everyone, welcome back to Salem Learning and heartily welcome to English class SJ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിനേഷന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഗ്രാമർ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യും അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, വേഗം നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ എറർ ആൻഡ് സപ്ലൈ കറക്ഷൻസ് ഫോർ ദ ഗിവൺ സെന്റൻസസ് ടേക്കൺ ഫ്രം ദ കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്നിട്ട് നമുക്ക് അതിനകത്ത് എറർ കണ്ടുപിടിക്കാനാണ്. We specializes question ആണ്. We specializes in arranging bespoke tours to exotic locations around the world എന്നാണ് സെന്റൻസ്. ഇതിനകത്ത് ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളത്. അതിനകത്ത് തന്നെ നമുക്ക് കുറെ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എനിക്ക് വായിച്ച പാടനെ അത് കിട്ടിയിട്ടുണ്ട്, പല ആളുകൾക്കും അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. യെസ്, സ്പെഷ്യലൈസസ് എന്ന വേർഡിലാണ് എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. എന്താ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞുതരാം. വി സ്പെഷ്യലൈസസ് എന്ന് പറയൂല, പകരം നമ്മൾ സ്പെഷ്യലൈസ് എന്നാണ് പറയാ. എന്താ പറയാ? സ്പെഷ്യലൈസ് എന്നാണ് പറയാ. അതെന്താ സാറേ സ്പെഷ്യലൈസസ് എന്ന് പറഞ്ഞാല്? യെസ്, സ്പെഷ്യലൈസ് എന്ന് പറഞ്ഞാല് അവിടെ പ്ലൂറൽ ആണ്, വേർബ് പ്ലൂറൽ ആണ്. വി എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണോ? അതെ, വി എന്ന് പറയുമ്പോൾ കുറെ ആളുകളുണ്ട്, പ്ലൂറൽ ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ തൊട്ടടുത്ത് വരുന്ന വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ദാറ്റ് ഈസ് കോൺകോഡ്, സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് അതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ, ഓക്കെ, അല്ലെങ്കിൽ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, ഇനി ദേ ആണെങ്കിലോ ദേ ആർ മൈ ഫ്രണ്ട്സ് എന്നാണ് നമ്മൾ പറയാ, അല്ലെ? ദേ പ്ലൂറൽ ആയതുകൊണ്ട് ആർ ഉപയോഗിക്കുന്നു, പ്ലൂറൽ ആയിട്ടുള്ള. അതുപോലെ ദേ പ്ലേ എന്നാണ് നമ്മൾ പറയാ. പ്ലേ എന്ന് പറഞ്ഞാൽ ഇത് പ്ലൂറൽ ആണ്. ഓക്കെ, അതുപോലെ പ്ലേസ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ഇത് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പ്ലേസ് ഇത് അറിയാത്ത ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമല്ല. അവസാനം എസ് വരുന്ന വെർബാണ് എന്ത്? സിംഗുലർ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി, ആലോചിക്കാൻ വേണ്ടിയിട്ടോ. ഓക്കെ, അതെന്താണ്? അവസാനം എസ് വരുന്നത് പ്ലേസ് സിംഗുലർ, ഈസ് സിംഗുലർ, വാസ് എസ് സിംഗുലർ, ഡസ് എസ് സിംഗുലർ, ഹാസ് എസ് സിംഗുലർ. ആലോചിച്ച് നോക്കാം. ഓക്കെ, ആർക്കും പറയണം വേണ്ട. എന്താ പറഞ്ഞത്? ഹി പ്ലേസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്, പ്ലേസ് സിംഗുലർ ആണ്. ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പ്ലേസ് ഉപയോഗിച്ചത്, കറക്റ്റ് ആണ്. ഇവിടെ വി എന്ന് പറയുന്നത് എന്താണ്? വി പ്ലൂറൽ ആണ്, പക്ഷെ പ്ലൂറൽ ആകുമ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള വെർബാണ്. സ്പെഷ്യലൈസസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. അപ്പൊ അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് അല്ല, കോൺകോഡ് പറയുമ്പോൾ കറക്റ്റ് അല്ല, എഗ്രിമെന്റ് കറക്റ്റ് അല്ല. സോ നമ്മൾ അതിനെ മാറ്റണം. സ്പെഷ്യലൈസസ് അല്ല സാർ, അവിടെ സ്പെഷ്യലൈസ് ആണ് എര എന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, വാക്സിനേറ്റ് യുവർ സെൽസ് ടു കോമ്പാക്ട് കൊറോണ. ഓക്കെ, എന്നിട്ട് നോ പ്രയർ അപ്പോയിന്റ്മെന്റ് റിക്വയർഡ്, വാക്ക് ഇൻ ആൻഡ് ഗെറ്റ് യുവർ ജാബ്, ഫെസിലിറ്റി ആർ അവൈലബിൾ ടു 18 years and above എന്ന് പറയുന്ന ആ ഭാഗത്ത് എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് കിട്ടി. മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായി, ഒരു മിസ്റ്റേക്ക് ഉള്ളത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഈ എറർ കറക്ഷനിലൂടെ എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു മിസ്റ്റേക്കേ ഉള്ളൂ, ഒരു മാർക്കാണ് കണ്ടപ്പോൾ മനസ്സിലായി. എന്താണ് ഇവിടെ മിസ്റ്റേക്ക്? വളരെ സിമ്പിൾ ആണ്. ഫെസിലിറ്റി ആർ എന്ന് പറയുമോ നമ്മള്, അല്ലെ? ഫെസിലിറ്റീസ് ആർ എന്ന് പറയും, പക്ഷെ ഫെസിലിറ്റി സിംഗുലർ ആണ്. അപ്പൊ ഞാൻ ഇതിന് ഈ എററിൽ ഞാൻ ആർ എന്ന് എഴുതി, ആറാണ് മിസ്റ്റേക്ക്. കറക്ഷനിൽ ഞാൻ അതിനെ ഈസ് എന്ന് എഴുതി. The facility is. Facilities are. Next, read the conversation between a police and a driver. Complete the sentences by reporting the reply correctly. ഇവിടെ reported speech ആണ്. നമുക്കൊരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട് പോലീസ്മാൻ ഡ്രൈവറും തമ്മിലുള്ള. എന്നിട്ട് അവർ തന്നെ റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ ഭാഗം, പോലീസുകാരൻ പറയുന്ന ഭാഗം. ശേഷം നമ്മുടെ ഡ്രൈവർ പറയുന്ന അതിന്റെ റിപ്ലൈ ആണ് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണ്. പോലീസ്മാൻ, ഡു യു നീഡ് എനി ഹെൽപ്പ് ടു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ എന്നൊരു ചോദ്യം. ഓക്കെ, അതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ദ പോലീസ്മാൻ ആസ്ക് ദ ഡ്രൈവർ. അത് വരെ ഓക്കെ ആണ് അല്ലെ? അതൊക്കെ നമുക്ക് കിട്ടും. ഇനി എന്താ? ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഡൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ ഇഫിൽ തുടങ്ങാം അല്ലെങ്കിൽ വെദറിൽ തുടങ്ങാം. ഇവിടെ ഒന്നുകിൽ ഇഫിൽ തുടങ്ങാം അല്ലെങ്കിൽ വെദർ. ഇവിടെ അവർ തുടങ്ങിയിരിക്കുന്നത് വെദറിലാണ്. അപ്പൊ നമ്മൾ പറയുന്നു ദ പോലീസ്മാൻ ആസ്ക് ദ ഡ്രൈവർ വെദർ ഹി, യു എന്ന് പറയുന്നത് എന്താവും? ഹി എന്നാവും അല്ലെ? വെദർ ഹി നീഡ് എന്ന് പറയുന്നതിന് പാസ്റ്റ് ടെൻസിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ എന്താ പറയാ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എല്ലാം പ്രസന്റ് ടെൻസ് ഉള്ളതിനും പാസ്റ്റ് ടെൻസ് ആക്കണം, പാസ്റ്റ് ഉള്ളതിനൊക്കെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്ന നീഡ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ പാസ്റ്റ് ആക്കുമ്പോൾ നീഡഡ് എന്നാവും. അങ്ങനെ ഹി നീഡഡ് എനി ഹെൽപ്പ്. ഓക്കെ, അവിടെ ഒന്നും ഒരു മാറ്റമില്ല. എനി ഹെൽപ്പ് ടു റീച്ച് ഹിസ് ഡെസ്റ്റിനേഷൻ ടു വിച്ച് ദ ഡ്രൈവർ റിപ്ലൈഡ് എന്ന് പറയുന്ന ടു റീച്ച് ഹിസ് ഡെസ്റ്റിനേഷൻ വരെ ഓക്കെയാണ്. ഇനി അവർ തന്നെ പറഞ്ഞിട്ട് ദ ഡ്രൈവർ റിപ്ലൈഡ്, ഡ്രൈവർ അതിന് മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്ത? ഇതാണ് നമ്മൾ എഴുതേണ്ടത്. യെസ്, ഐ എം നോട്ട് ഷുവർ വിച്ച് ഡയറക്ഷൻ ടു ടേക്ക്.
എനിക്കറിയില്ല ഏത് വായിക്കാ പോകേണ്ടതെന്ന്. അത് നമ്മളെങ്ങനെ ഡ്രൈവർ റിപ്ലൈഡ് ദാറ്റ്, ഒരു ദാറ്റ് കൊടുക്കുന്നു അല്ലെ. ഡ്രൈവർ റിപ്ലൈഡ് ദാറ്റ്. ഐ എന്ന് പറയുന്നത് ആരാണ്? ഡ്രൈവർ അല്ലേ. അപ്പൊ നമ്മൾ ഹി എന്ന് എഴുതി. ഹി ആം എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് അല്ലേ, അതിനെ പാസ്റ്റ് ടെൻസ് ആക്കണം. ഹി ആയതുകൊണ്ട് നമ്മൾ വാസ് എന്നാക്കി. ദാറ്റ് ഹി വാസ് നോട്ട്, ബാക്കിയൊക്കെ അതുപോലെ തന്നെ, ഷുവർ വിച്ച് ഡയറക്ഷൻ ടു ടേക്ക്, ബാക്കിയൊന്നുമില്ല. ഓക്കെ, ഇതൊരു അഫർമേഷൻ ആണ് അല്ലെ. ഇൻ ആൻ അഫർമേറ്റീവ് ടോണിലാണ് അദ്ദേഹം പറയുന്നത്. ഇൻ ആൻ അഫർമേറ്റീവ് ടോണിലാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ്ലി ആണ് അദ്ദേഹം പറയുന്നത്. പോസിറ്റീവ്ലി ആണെന്ന് പറയാം, യെസ് എന്ന വേർഡ് മുമ്പിൽ ഉണ്ടായതുകൊണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി. ദാറ്റ് ഹി വാസ് നോട്ട് ഷുവർ വിച്ച് ഡയറക്ഷൻ ടു ടേക്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇതേ സംഭവം തന്നെ നമുക്ക് വേറൊരു, അതിന്റെ ആൻസർ ആണത്. ഇതേ സംഭവം തന്നെ നമുക്ക് വേറൊരു തൊട്ടടുത്ത് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തൊട്ടടുത്ത് വന്ന ചോദ്യം ഇതാണ്. ബിഫോർ പ്രിപ്പയറിംഗ് എ ഡിഷ് ദ കുക്ക് ആസ്ക്ഡ് ദ ചിൽഡ്രൻ സംതിങ്. റിപ്പോർട്ട് ദ കുക്സ് ക്വസ്റ്റ്യൻ. കുക്കിന്റെ ചോദ്യം ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. Who doesn't like cheese? ആർക്കാണ് ചീസ് ഇഷ്ടമല്ലാത്തത്? ഒന്ന് പറയൂ. നമ്പർ എടുക്കട്ടെ. ആർക്കാ? Who doesn't like cheese? ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ക്വസ്റ്റ്യൻ റിപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. നമ്മൾ തുടങ്ങി. ദ കുക്ക് ചോദിച്ചു. ആസ്ക്ഡ് ചോദ്യമല്ലേ, അപ്പൊ നമ്മൾ ആസ്ക്ഡ് എഴുതി. ആസ്ക്ഡ് ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ? അല്ല സാർ, ഇത് WH ക്വസ്റ്റ്യൻ ആണ് അല്ലെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൂവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഹൂവിനെടുത്ത് എഴുതി. ദ കുക്ക് ആസ്ക്ഡ്, ആരോടാ ചോദിച്ചത്? ദ ചിൽഡ്രൻ. അത് എഴുതിയാൽ നല്ലതല്ലേ. ദ കുക്ക് ആസ്ക്ഡ് ദ ചിൽഡ്രൻ. എന്താ ചോദിച്ചത്? ഹൂ. ഇനി ഡസിന്റെ അല്ലേ പാസ്റ്റ് ടെൻസ് എന്താ? ഡസിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഡിഡ്. ഹൂ ഡിഡ്ന്റ് ലൈക്ക് ചീസ്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടോ? പാടില്ല അല്ലെ. അപ്പൊ അത്രയേ ഉള്ളൂ പരിപാടി. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് by using the correct form of the word. Word ആണ് അവർ പറഞ്ഞെങ്കിലും verb ആണ് അവർ ഉദ്ദേശിക്കുന്നത്. Last week it dash heavily and my house is flooded with water. എന്തായിരിക്കും ആൻസർ വരിക? നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒരു ക്ലൂ ഉണ്ടാവും അതിനകത്ത്. യെസ്റ്റർഡേ, ടുഡേ, ലാസ്റ്റ് മന്ത്, അല്ലെങ്കിൽ നൗ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നോക്കുമ്പോൾ ലാസ്റ്റ് വീക്ക് ഉണ്ട്. എനിക്കറിയാം ഉറപ്പാണ് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക? യെസ്, റെയിൻ അല്ലെങ്കിൽ റെയിൻസ് അല്ലെങ്കിൽ റെയിൻഡ്. ഏതായിരിക്കും? എക്സലന്റ്, റെയിൻഡ് ആണ് അല്ലെ. റെയിൻഡ് ആണ് ഇവിടെ കറക്റ്റ് ഉത്തരം. ക്ലിയർ അല്ലേ? ലാസ്റ്റ് വീക്ക് ആയതുകൊണ്ടാണ് നമ്മൾ റെയിൻഡ് എന്ന് എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഗിവൻ നറേറ്റീവ് ബൈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ദ ഓപ്പർച്യൂണിറ്റി ടു വോളണ്ടിയർ അറ്റ് ദ ലോക്കൽ ഫുഡ് ബാങ്ക് മെയ്ഡ് മീ ഡാഷ് അൺപ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റീസ്. ദ ഓപ്പർച്യൂണിറ്റി, ആ മീനിങ് മനസ്സിലാക്കണം. സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കണം. ഓപ്പർച്യൂണിറ്റി, അവസരം കിട്ടി എനിക്ക്. ടു വോളണ്ടിയർ അല്ലെ, അറ്റ് ദ ലോക്കൽ ഫുഡ് ബാങ്ക്. ലോക്കൽ ഫുഡ് ബാങ്കിൽ വോളണ്ടിയർ ഉള്ള അവസരം കിട്ടി. ദാറ്റ് മെയ്ഡ് മീ ഡാഷ്. അതെന്നെ എനിക്ക് എന്തുണ്ടാക്കി? ഓക്കെ, എന്തുണ്ടാക്കി? അണ്ടർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് വേർഡാണ് കറക്റ്റ്? റിയലൈസ് ആണോ, റിയലൈസിങ് ആണോ, റിയലൈസ്ഡ് ആണോ, ടു റിയലൈസ് ആണോ? ഏതായിരിക്കും കറക്റ്റ് ഉത്തരം? യെസ്, ആ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, സോ ഇതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാമർ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലേക്ക് വരിക. ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് കൂടുതൽ എക്സസൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ആണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് എന്നതിനെ കുറിച്ചിട്ടും താഴെ കമന്റ് ചെയ്യുക. ഇതിന്റെ ആൻസറും കമന്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് SJ സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. താങ്ക് യു.